എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. നമ്മളിതാ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ആദ്യം കാണിച്ചു തരാം. ഇതുപോലെ ഒരു ടേബിളിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ തൽക്കാലം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എൻ്റെ ഒരു രീതിക്ക് വെച്ചതാണ് കേട്ടോ. അതേപോലെ ഇനിയിപ്പോൾ വീട് പണിയൊന്നും പൂർത്തിയായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ട് നല്ല രീതിക്ക് ഭംഗിയിലൊക്കെ വെക്കണമെന്നുണ്ട്. ഇപ്പം അതിന് സാധിക്കാത്തതുകൊണ്ട് ഒരു മേശ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ട് ഈ വിളക്കും എൻ്റെ ഭഗവാനെയും അമ്മേനെയും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, വിളക്ക് കത്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് ഇതാ, ഈ ഒരു വിളക്ക് കണ്ടോ, ഇതിന് കുബേര വിളക്ക് എന്ന് പറയുന്നു. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി കത്തിച്ച് കഴിഞ്ഞ തിരിയാണ് കേട്ടോ. അതിങ്ങനെ എടുത്തു കളഞ്ഞു. എന്നിട്ട് വേറൊരു തിരി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തിരിച്ച് ഉള്ളിൽ കൂടെ കയറ്റി ഇതിൽ ഫുള്ള് എണ്ണ ഒഴിച്ച് തെളിയിച്ചിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അണയില്ല മീൻസ് ആ എണ്ണ തീരുന്നവരെ അത് കത്തും. കുറേ മണിക്കൂറുകളോളം അത് കത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിന്തിരി കത്തൂല. അതാണല്ലോ എല്ലാവർക്കും പ്രശ്നം. ഇത് കരിന്തിരി കത്തൂല. എണ്ണ തീരുമ്പോൾ വിളക്ക് തനിയെ അണഞ്ഞു പോകാന്നല്ലാതെ അവിടെ നിന്ന് അങ്ങനെ കരിന്തിരി കത്തി പുകഞ്ഞു പോകുന്നൊരവസ്ഥ വരില്ല. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ കഴിഞ്ഞ ബ്രഹ്മമുഹൂർത്തത്തിനെ പറ്റിയും വിളക്കിനെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്, അടുത്ത കാര്യത്തെ കടക്കാം. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിക്കൊണ്ടിരുന്നത് എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ. സംഭവം ഇതാണ് കേട്ടോ. അതായത് നമ്മൾ വിളക്ക് വെച്ച് കഴിഞ്ഞു, അതിന് ശേഷം ഞാൻ ഓം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇങ്ങനെ ചിന്മുദ്രയിൽ വിരലുകൾ വെക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇരിക്കുക. ഇതൊന്നും ഇങ്ങനെ ചെയ്യണം എന്നില്ല, ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ഇരുന്നിട്ട്, കാണുന്നുണ്ടോ, കാലിൻ്റെ മുട്ടിൻ്റെ മുകളിലാണ് കേട്ടോ കൈയുള്ളത്. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഓം ചൊല്ലാം. അതായത് ഓം എന്ന് പറയുമ്പോൾ ആ ഉ മ, ഇതാണ് ഓം എന്ന് പറയുന്നത്. അതായത് ആ എന്ന് പറയുമ്പോൾ നമ്മൾ അടിവയറ്റിലാണ് വൈബ്രേഷൻ ഫീൽ ചെയ്യുക. ഊ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഭാഗത്താണ്, എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഭാഗത്താണ് വൈബ്രേഷൻ ഫീൽ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒന്ന് ചൊല്ലി നോക്കുക. എങ്ങനെയെന്നറിയോ, അങ്ങനെ ചൊല്ലി നോക്കുക. ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഹെഡിൻ്റെ പോർഷൻ, അതിന് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് കേട്ടോ. അടിവയറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എവിടെയാണ് ഓം ചൊല്ലുന്ന സമയത്ത് കൂടുതൽ വൈബ്രേഷൻ ഉള്ളതെന്ന് നോക്കിയിട്ട് അതായിരിക്കും നമ്മളെ ക്യാരക്ടറിൽ കൂടുതലുണ്ടാവുക. ഒരു ചൊല്ലുന്ന സമയത്താണ് നമുക്ക് ഭയങ്കര വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും എന്നാണ് പറയുക. അതായത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഭയങ്കര ബ്രില്യൻ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ഇവിടെയാണ് ഊ ചൊല്ലുമ്പോഴാണ് നിങ്ങൾക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പില്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ പറയുകയാണേ. അത് പിന്നെ നല്ല സ്നേഹവും ഭയങ്കര ഒരു മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അടിവയറ്റിലാണെങ്കിൽ അതെന്തായിരുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതൊന്നല്ല നമ്മളിപ്പോൾ പറയാൻ വന്നത്. സംഭവം ഞാനിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഓം ചൊല്ലും. കുറേ നേരം ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ ഓം ചൊല്ലിക്കൊണ്ടിരിക്കും. ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു ബുക്ക് എടുക്കും. ആ ബുക്കിൽ എന്താണ് എഴുതുന്നതെന്നാണ് നിങ്ങൾക്കറിയേണ്ടത്. അതായത് എഴുതുന്ന കാര്യം മാത്രം പറയാം, അതുകൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. എഴുതുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് സംഭവിക്കുക, അതിലൊരു സംശയവും വേണ്ട കേട്ടോ. നിങ്ങളില്ലേ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എല്ലാവരും ഒന്ന് കണ്ണടക്കി തമാശക്കല്ലേ ഞാൻ പറയുന്നത് കേൾക്കുമല്ലോ. കണ്ണടക്കി വീഡിയോ നോക്കിയിരിക്കാണ്ട് കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ ചിന്തിക്കാം. നല്ല വാളംപുളി, കറിയിലിടുന്ന വാളംപുളിയില്ലേ, ആ പുളീനെ നമ്മൾ ഉണങ്ങി എന്താ പറയുക, ഒരു ഡാർക്ക് കാപ്പി കളറില്ലേ, ആ കാപ്പി കളർ പോലെ ആയിട്ട് അത് ഉണങ്ങി നമ്മളത് ഉണക്കാൻ വേണ്ടിയിട്ടൊരു എന്തെങ്കിലും വിരിച്ച് വെയിലത്ത് വെക്കുകയാണ്. ഉപ്പൊക്കെ തേച്ചിട്ട് ഉപ്പിലൊക്കെ ഇട്ട് കുഴച്ചിട്ടല്ലേ ഉണക്കാൻ വെക്കുക. അങ്ങനെ ഉണക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് കടിച്ചിട്ട് നിങ്ങൾ അതിങ്ങനെ വായിലിട്ടിട്ട് അതിൻ്റെ കുരു കളയാൻ വേണ്ടിയിട്ട് നാവ് കൊണ്ട് അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാണ് വായിലിട്ടിട്ട്. അതൊന്ന് സങ്കല്പിച്ച് നോക്കൂ കേട്ടോ. എന്നിട്ട് ആ പുളി കഴിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് മനസ്സാരെ വിചാരിക്കാം. കഴിഞ്ഞോ? പുളി തിന്ന് കഴിഞ്ഞോ?
ഇതൊക്കെ ഞാൻ എൻ്റെ യോഗ ക്ലാസ്സിൽ ചേച്ചിമാർ വരുമ്പം ഫസ്റ്റ് വരുന്ന ആളോട് ട്രൈ ചെയ്യാൻ വേണ്ടി പറയുന്നത്. കാരണം അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ബാക്കി പറയുന്നതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പം നിങ്ങൾ പുളി തിന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നോ? ഉറപ്പായിട്ടും ഉണ്ടാവും. എനിക്ക് പുളി ഒട്ടും ഇഷ്ടമല്ല, എന്നാൽ പോലും അത് പറയുന്ന സമയത്ത് നമ്മളെ വായിൽ ഉമിനീര് വരുന്നില്ലേ, കൊതി വരുന്നില്ലേ? അതായത് പുളി നിങ്ങൾക്ക് കണ്ടിട്ടില്ല, നിങ്ങൾക്കാരും തന്നിട്ടുമില്ല, നിങ്ങൾ മനസ്സുകൊണ്ട് ചുമ്മാ ചിന്തിക്കുകയാണ് പുളി തിന്നുന്നുണ്ട് എന്നുള്ളത്. അപ്പോഴേക്കും നമ്മളെ വായിൽ കപ്പലോടിക്കാൻ വെള്ളം വരികയാണ്. ചിലർക്ക് പുളി എന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേക്കും വായിൽ വെള്ളം വരും അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ ശരീരം അതിനനുസരിച്ച് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബ്രെയിൻ അപ്പോഴേക്കും ഈ പുളീനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളെ വായിലേക്ക് ഇട്ട് തരികയാണ് അല്ലേ? ആലോചിച്ചൊക്കെ എന്തൊരു അത്ഭുതമാണ് എന്നുള്ളത്. അപ്പോൾ അതേപോലെയാണ് നിങ്ങൾ എന്ത് കാര്യം നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നോ അത് നിങ്ങളെ ശരീരത്തിന് ഉറപ്പായിട്ടും എഫക്റ്റ് ചെയ്യും കേട്ടോ. അതിനനുസരിച്ച് നിങ്ങളെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ഉറപ്പാണ്, അതിലൊരു യാതൊരു സംശയമില്ല. അപ്പം വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു രോഗീനെ കാണാൻ പോയി, അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ് കഥ, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കാം. അപ്പോൾ അതിങ്ങനെ അവരിങ്ങനെ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ ഓ ശരിയാണല്ലേ, അപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ തോന്നും, ഈശ്വര എനിക്കുണ്ടല്ലോ ഇത്, ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ എനിക്കുണ്ടല്ലോ ഈശ്വര എന്നിങ്ങനെ ചിന്തിക്കും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഓരോന്ന് എനിക്ക് സുഖേടുണ്ട്, എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് പറയൂലേ? അപ്പം ബ്രെയിനും വിചാരിക്കുക ഇവക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്നാൽ പിന്നെ ഇരിക്കട്ടെ, ഇതാ പിടിച്ചോ ക്യാൻസറിനുള്ള ലക്ഷണങ്ങൾ. അങ്ങനെ നമ്മളെ ബോഡി എന്താ പറയുക, ആ ഒരു രൂപാന്തര മാറ്റം എന്ത് മാറ്റം വാക്കെല്ലാം പോയിട്ടോ. അപ്പം അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് തരികയാണ് അല്ലേ, ശരീരത്തിനനുസരിച്ച് തരികയാണ്. ഇതേ കാര്യം നമുക്ക് പോസിറ്റീവായിട്ട് സംഭവിക്കും. അതായത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ ആ പേഷ്യൻ്റ് വിചാരിക്കുക എനിക്ക് ഈ അസുഖം കുഴപ്പമില്ല, എനിക്കിതൊരു വിഷയമേ അല്ല, എന്നെ ഇത് ബാധിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അപ്പം ബ്രെയിൻ വിചാരിക്കും ഈ അസുഖം ഉണ്ടായിട്ട് ഇവിടെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ഇവക്കിതില്ലേ. അതായത് നമ്മളെ മനസ്സിൽ ആ അസുഖമില്ല, അസുഖങ്ങൾ ശരീരത്തെ മാത്രം ബാധിച്ചാൽ മതി, നിങ്ങളെ മനസ്സിനെ ബാധിക്കരുത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ചുടി പറയരുതല്ലേ, സോറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കുറേ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെച്ച് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ വീട്ടിൽ തന്നെ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്ത് സമയം കളയേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ അസുഖത്തിനൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടു. പക്ഷേ എനിക്ക് എപ്പോഴും BP കുറയുക, എന്നിട്ട് ഇങ്ങനെ തല കറങ്ങി വീഴുക, വിശപ്പൊന്നും തീരെ സഹിക്കാൻ പറ്റില്ല, അപ്പോഴേക്കും ഞാൻ കുഴഞ്ഞു വീഴുക. അത് ഏത് പബ്ലിക് പ്ലേസ് ആണെങ്കിൽ ശരി, ഞാൻ എത്രയോ തവണ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനൊക്കെ ഓർമ്മയില്ലാതെ വീണിട്ട് ഞാൻ എന്നെ എടുത്ത് കിടത്തുകയും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സ്റ്റേഷൻ മാറി ഇറങ്ങി പോവുക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അതൊക്കെ എൻ്റെ സ്ഥിരം കൂടപ്പുറപ്പായിരുന്നു കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ എൻ്റെ നട്ടെല്ലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് കാരണം എനിക്ക് ഇന്നെന്ന് ചെയ്യരുത് ചെയ്യണം എന്നൊക്കെ ലിസ്റ്റ് ഇട്ട് തന്നിട്ടുണ്ട് ഡോക്ടറൊക്കെ. പക്ഷേ ഞാൻ എണ്ണത്തോണിയിൽ കിടന്ന് ഒഴിച്ചിലെല്ലാം കഴിഞ്ഞ ഒരാളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നൊക്കെ കുറേ നിബന്ധനകൾ എനിക്ക് വെച്ചിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ അസുഖമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് ചെയ്യാനേ പാടില്ല. എൻ്റെ ഈ ഒരു കൈ ഒടിഞ്ഞ് കമ്പിയെല്ലാം ഇട്ട് സർജറിയൊക്കെ കഴിഞ്ഞ കൈയാണ്. അപ്പോൾ ഇതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ നമ്മൾ നിൽക്കുന്നത്? അല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അസുഖങ്ങളൊക്കെ ശരീരത്തെ മാത്രമേ ബാധിച്ചുള്ളൂ, മനസ്സിലേക്ക് അത് എടുത്തില്ല. അപ്പോൾ അത് മെല്ലെ മെല്ലെ പുറന്തള്ളും. ശരീരത്തിനും വേണ്ട, മനസ്സിലില്ലാത്തൊരു കാര്യത്തിന് നമുക്ക് ശരീരത്തിലും വേണ്ട, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ മനസ്സൊരു കാന്താണ്, സൂപ്പർ പവറുള്ളൊരു മാഗ്നറ്റാണ്. എന്താണോ വിചാരിക്കുന്നത് അതിനിങ്ങനെ വലിച്ചെടുക്കാനുള്ള ശക്തി അതിനുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? അതിനനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രയാസം വരികയാണ്, പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കേണ്ടത്. എനിക്ക് വലിയൊരു പ്രശ്നം സംഭവിച്ചു, എന്തെങ്കിലും ഒരു ഇത് സംഭവിച്ചു കഴിയുമ്പോൾ അയ്യോ അയ്യോ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ നെഗറ്റീവിനെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കരുത്. എനിക്ക് അപ്പോഴേ വിചാരിച്ചതാണ്, ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ, എന്നെ കൊണ്ടല്ലെങ്കിൽ ഒന്നിനും പറ്റൂല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്നെ കുറ്റപ്പെടുത്താൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ? അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്തുകൊണ്ടാണ്, നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അടിപൊളിയാണ്, ഞാനിങ്ങനെ ഭയങ്കര സൂപ്പറാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എന്നെക്കൊണ്ടത് പറ്റുന്ന എനിക്ക് അന്നേ അറിയായിരുന്നു, ഞാൻ സൂപ്പറാണ്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ അടിപൊളിയാണ് എന്ന് നിങ്ങൾ പറയാറുണ്ടോ? അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പറയുന്നത് എന്താ?
എനിക്കറിയാം ഞാൻ മറ്റുള്ളവർ പോലെ ഒന്നുമല്ല, എല്ലാവർക്കും എല്ലാം പറ്റുന്നുണ്ട്, എനിക്ക് മാത്രം ഒന്നും പറ്റുന്നില്ല, ഇതല്ലേ പറയുന്നത്. അതൊന്ന് തിരിച്ച് പറഞ്ഞേച്ചാൽ മാത്രം മതി കേട്ടോ. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, അയ്യോ പേര് മറന്നുപോയി, പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താ ഇല്ലാപ്പാട്ട് പാടി പാടി ഇല്ലാത്തവരായി മാറി. അതാണ് സത്യം. നമ്മൾ എന്താണോ പറയുന്നത് പ്രവർത്തിക്കുന്നത് അത് സംഭവിക്കും. അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എഴുതുന്ന കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്. എഴുതുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നുകിൽ എഴുതുന്ന കാര്യം 11 തവണ എഴുതുക, എന്നിട്ടത് 11 ദിവസം എഴുതുക. അതായത് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോൾ താമസിക്കുന്നത് ഒരു താമസയോഗ്യമല്ലാത്തൊരു സ്ഥലത്താണെന്ന് വിചാരിക്കുക. നല്ലൊരു വീടൊന്നുമല്ല, അല്ലെങ്കിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇങ്ങനൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആഗ്രഹം മാത്രമായി പോകരുത്, ബേണിംഗ് ഡിസയർ ആയിരിക്കണം. അതായത് എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് അത്രയും കഠിനമായിട്ട് അപാരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരിക്കണം അത്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കേട്ടോ. അപ്പോൾ അത്തരം ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം എഴുതുകയാണ് എനിക്ക് വാടക വീട് വേണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വേണം എന്നല്ല എഴുതേണ്ടത്. അത് സംഭവിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് വീട് കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങളെ മനസ്സിനെ ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. നിങ്ങളെ മനസ്സിന് ചെറുതായിട്ടൊന്ന് പറ്റിക്കുക. അതായത് നിങ്ങളെ മനസ്സിനോട് പറയാണ്, എനിക്ക് ഇത്രയും സൗകര്യമുള്ളൊരു വീട് സ്വന്തമായി തന്നതിന് നന്ദി. ഇത് നിങ്ങൾ എഴുതുക. ഞാൻ ബെറ്റ് വെക്കുന്നു അത് സംഭവിച്ചിരിക്കും. നിങ്ങൾ എഴുതുകയാണ്, എനിക്ക് ഇത്രയും താമസയോഗ്യമായൊരു വീട് സ്വന്തമായി തന്നതിന് നന്ദി. ആ ഒരു വാക്കില്ലേ, ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഒന്നുകിൽ 11 തവണ എങ്ങനെ എഴുതാം. അതിനായിട്ടൊരു ബുക്കൊക്കെ വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല, എന്തിനെല്ലാം പൈസ കളയുന്നുണ്ട്. അപ്പോൾ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ എഴുതുകയാണ്. നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുകയാണ്, നാളെ മുതൽ ഞാൻ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കാൻ ആരംഭിക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നാളെ തൊട്ട് ഈ ഒരു ബുക്കും കൂടെ വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതുകയാണ്, അതായത് ദൈവമേ എനിക്ക് ഈ ഒരു താമസയോഗ്യമായ വീട് തന്നതിന് നന്ദി. ഒരു പ്രാവശ്യം എഴുതി. സെയിം സെൻറ്റൻസ് 11 പ്രാവശ്യം ഓരോരോ വരികളിലായിട്ട് എഴുതുക. ഞാൻ 21 പ്രാവശ്യമാണ് കേട്ടോ എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് 11, 9, 21 വേണ്ട രീതിയിൽ എഴുതാം. ഞാൻ 21 പ്രാവശ്യം എഴുതാറുണ്ട്. അതെനിക്ക് സംഭവിക്കാറുമുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ അതൊക്കെ എനിക്ക് ഫലവത്തായി വന്നിട്ടുമുണ്ട്. അപ്പോൾ 21 പ്രാവശ്യം ഇങ്ങനെ എഴുതാം. എനിക്കിങ്ങനെ വീട് തന്നതിന് നന്ദി, എനിക്കിങ്ങനെ വീട് തന്നതിന് നന്ദി. ഇത് എഴുതും തോറും നിങ്ങളത് വായിക്കണം കേട്ടോ. സൗണ്ടിൽ ആരും അറിയണ്ട, സ്വകാര്യമായിട്ട് ഇരുന്നോട്ടെ. അറിഞ്ഞാലൊന്നും കുഴപ്പമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പം നിങ്ങളത് ഉച്ചരിച്ചുകൊണ്ട്, അത് വായിച്ചുകൊണ്ട്, പറഞ്ഞുകൊണ്ട് എഴുതുക. അങ്ങനെ ഇന്ന് എഴുതി മടക്കി വെച്ചു. നാളെ വീണ്ടും നിങ്ങൾ രാവിലെ എണീറ്റു, വിളക്ക് വെച്ചു. 48 ദിവസമാണ് നമ്മൾ ഈ വിളക്ക് വെക്കുന്നത്. പക്ഷേ 21 ദിവസം മാത്രമേ ഇത് എഴുതണ്ടുള്ളൂ. അപ്പോൾ എഴുതുക 21 പ്രാവശ്യം. അടുത്ത ദിവസവും എഴുതുക. അടുത്ത ദിവസം നിങ്ങൾ വിളക്ക് വെച്ചു, എന്നിട്ട് ഇങ്ങനെ എഴുതാണ്. എനിക്ക് ഇന്നലെ എഴുതിയ സെയിം സാധനമല്ലേ, അത് തന്നെ വീണ്ടും 21 പ്രാവശ്യം എഴുതാം. അങ്ങനെ നിങ്ങൾ 21 ദിവസം ഇത് എഴുതി നോക്കൂ. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഇത് ഞാൻ എഴുതിയാൽ എങ്ങനെ നടക്കും? കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭക്ഷണം വാങ്ങാൻ പോലും എൻ്റെ കയ്യിൽ പൈസയില്ല, പിന്നെ എങ്ങനെയാണ് ഒരു വീട് നടക്കും? സാധിക്കൂല എന്ന് നിങ്ങൾ വിചാരിച്ചത് എന്തും സാധിക്കും. അതിനുള്ള സാഹചര്യവും അതിനുള്ള ആളുകളും അതിനുള്ള എല്ലാ കാര്യങ്ങളും കാലം നമ്മളിലേക്ക്, നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നമ്മളിലേക്ക് എത്തിച്ചിരിക്കും. അതൊരു പ്രകൃതിയുടെ ഒരു മാജിക്കാണ്. അതൊക്കെ അനുഭവിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസമുള്ളത്? അതുകൊണ്ട് അങ്ങനെ എഴുതുക. നിങ്ങൾ 21 ദിവസം എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ. പിന്നെ അടുത്തൊരാഗ്രഹം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ 22ാമത്തെ ദിവസം കയറിയിട്ട് അടുത്ത ആഗ്രഹം എഴുതാനൊന്നും നിൽക്കണ്ട. ഒരാഴ്ചയൊക്കെ ഗ്യാപ്പ് ഇടും, കുറച്ച് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ അടുത്ത ആഗ്രഹങ്ങൾ എഴുതാം. അപ്പം നിങ്ങൾക്ക് 21ാമത്തെ ദിവസത്തോടു കൂടി ഒരു വീട് അങ്ങ് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അതും കിട്ടിയേക്കും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നില്ല 21ാമത്തെ ദിവസം നിങ്ങൾക്ക് ആ വീട് കിട്ടും. വീട് കിട്ടിയില്ലെങ്കിലും വീട് വെക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ വെച്ചിരിക്കും. അതിനുള്ള ഒരു സൂചന നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അല്ലെങ്കിൽ അതിലേക്ക് എത്താനുള്ളൊരു ചിന്താഗതിയെങ്കിലും നിങ്ങളെ മനസ്സിലുദിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എളുപ്പമാവും എന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാവും. ഉറപ്പാണ്. ഞാൻ ചലഞ്ച് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായതാണ്. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അത് അനുഭവിച്ചറിഞ്ഞ ഒരു സത്യമാണ്. അപ്പം അത് അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾ ഉറപ്പായിട്ട് സാധിക്കും.
ഇതാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അന്ന് ഞാൻ ആ ജിത്തൂസ് ഡാൻ ചാനലിൽ നിങ്ങൾ ചോദിച്ചില്ലേ എന്താ ചേച്ചി എഴുതിയത് എന്നുള്ളത്, അന്ന് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ഇതുപോലെ എൻ്റെ ഒരു വേറൊരു ആഗ്രഹമാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള തെളിവുകൾ ആ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. കാരണം എൻ്റെ വീട്ടിലേക്ക് ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിലേക്ക് വഴി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഇതിൽ ഇങ്ങനെ എഴുതിയിട്ട് എന്താണ് ഞാൻ നേടിയെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത് തന്നെ ഇപ്പോൾ കുറേ മിനിറ്റായി നമ്മളെ വീഡിയോ, അപ്പോൾ അധികം ലോങ് ആക്കണ്ടല്ലോ, ബോറടിക്കും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ എന്ത് അത്ഭുതമാണ് ഇങ്ങനെ എഴുതിയിട്ട് കിട്ടിയത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം കേട്ടോ. അതേപോലെ ഈ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ പേപ്പറിൽ ഒരക്ഷരം പോലും നെഗറ്റീവ് അർത്ഥമുള്ളൊരു അക്ഷരം വരരുത്. അതായത് ഇപ്പം പറയാണ്, ഭഗവാനെ ഞാനിവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീട് വെക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഭഗവാനെ, എനിക്ക് ഇത്രയും നല്ല വീട് തന്നതിന് നന്ദി എന്നെഴുതരുത്. അതിൽ കഷ്ടപ്പാട് എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അപ്പം അത് നെഗറ്റീവാണ്. അത്തരം വാക്കുകൾ ഉപയോഗിക്കാനേ പാടില്ല. ഞാനിവിടെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ എനിക്കൊരു വീട് വെക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്ക് വീട് കിട്ടി നന്ദി, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെ ഒരു കഷ്ടപ്പാട് അല്ലെ പറ്റുന്നില്ലായിരുന്നു, അങ്ങനത്തെ യാതൊരു നെഗറ്റീവ് വേർഡും ഇല്ലാണ്ട് എല്ലാം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. അങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാനിത് എനിക്ക് മെയിനായിട്ട് ഞാൻ മറ്റേ ആ ഒരു ചാനലിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. എന്നുവെച്ചാൽ ചെറിയൊരു കുഞ്ഞുവാവ ഉണ്ടല്ലോ, അതുകൊണ്ട് അവളെ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ നമുക്ക് ആ ചാനൽ മാത്രം മതി. ഈ ഒരു 2 വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പറയാം. പിന്നെ നമ്മൾ ലൈഫിൽ എങ്ങനെ പോസിറ്റീവായിരിക്കാം, എപ്പോഴും എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക, പിന്നെ പ്രശ്നങ്ങൾ വരുമ്പം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നെല്ലാം നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ, എല്ലാവരും കമൻറ്റ് ചെയ്യണേ. എല്ലാവരുടെയും കമൻസിനും വേണ്ടി ഞാൻ അത്രയധികം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.